ഒരു കമൻ്റാണ് ഞാൻ ശ്രീ ജയശങ്കറിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ആഗ്രഹിച്ചത്. തുടർഭരണമില്ലായിരുന്നെങ്കിൽ ഇന്നും നാളെയും തിരുവനന്തപുരം ജില്ലയിൽ കരിദിനം, കപ്പൽ വളയൽ, കപ്പലിനെ നാടുകടത്തൽ തുടങ്ങിയ കലാപരിപാടികൾ നടത്തേണ്ട ടീംസാണ്. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ല അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ടിരുന്ന ഒരു കാര്യമാണ്. തുടർഭരണം ഉണ്ടായതുകൊണ്ട് കരിദിനം ഒഴിവായി. തിരുവനന്തപുരം നഗരപരിധിയിലും പുറത്തുമൊക്കെ KSRTC ബസ്സുകളുടെ കാറ്റഴിച്ചു വിടുക, ചില്ല് പൊട്ടിക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ ഒഴിവായി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. മുഖത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ക്രെയിനുകൾ കൊണ്ടുവരുന്നതിനും ഇതേപോലെ ഒരു ഉദ്ഘാടനം നാം കണ്ടു. മുൻനിർത്തി ഉമ്മൻചാണ്ടി വിമാനമിറക്കിയതിനെ പരിഹസിച്ചവരാണ്. കൊച്ചി മെട്രോ യാർഡിൽ ഓട്ടം നടത്തിയതിനെ പരിഹസിച്ചവരാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ക്രെയിൻ കൊണ്ടുവന്നതും ഒരു വലിയ ചടങ്ങായി നടത്തിയിരുന്നു. നാണമില്ലാതെ ക്രെയിൻ വരുമ്പോ പച്ചക്കൊടിയും വീശി നിൽക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ തലയാട്ടിക്കൊണ്ട് സൈശാട്ടനുണ്ട്. രണ്ടാമത്തേതാണ് ഈ ട്രയൽ